പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ക്രിസ്തുവിനെ നോക്കി താണു വീണ് വണങ്ങുന്ന ഒരു ലെപ്രസി പേഷ്യൻ്റ്, ഒരു കുഷ്ഠരോഗിയെ നമുക്ക് കാണാം. അവൻ പറയുന്നുണ്ട്, കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് സുഖപ്പെടുത്താൻ. ക്രിസ്തു പറയുന്നുണ്ട്, എനിക്ക് മനസ്സുണ്ടെങ്കിലെന്നോ എന്ന് പറഞ്ഞ് അവനെ സുഖപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ഒരു സാധ്യത ഇതാണ്. ഇസ്ലാം പോലുള്ള മതങ്ങൾ ക്രിസ്തുവിൻ്റെ ദൈവികത്വം നിരാകരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ചേർന്ന ഒരു യഹൂദന്മാർക്കും പ്രവാചകന്മാർ മുഖേന അരുൾ ചെയ്ത മിശിഹായ ക്രിസ്തുവാണെന്നുള്ളതിൽ സംശയമില്ല. കാരണം ദൈവത്തിന് മുമ്പിൽ മാത്രം വണങ്ങിയിരുന്ന ഒരു ജനത ക്രിസ്തുവിന് മുമ്പിൽ താണു വീണ് വണങ്ങി അവനെ കർത്താവെ എന്ന് വിളിച്ച് അവൻ്റെ ദൈവികത്വത്തെ സ്ഥാപിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? ക്രിസ്തു കരങ്ങൾ നീട്ടി അവനെ സ്പർശിക്കുകയാണ്. പ്രിയപ്പെട്ട, ഇവിടെ ലേവ്യരുടെ പുസ്തകം 13 അധ്യായം നമ്മൾ വായിക്കാൻ നമുക്കിങ്ങനെ കാണാം. കുഷ്ഠരോഗത്തെ എന്താ പറയുക, മോർട്ടൽ സിന്നായിട്ട് കണ്ട് ഇസ്രായേൽ ജനതയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സമയത്താണ് ക്രിസ്തു പോയി ഈ കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നത്. ഇവിടെ അവൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് ഈ അൺഹോളിനെസ് അവനെ ടച്ച് ചെയ്യത്തില്ല. കാരണം അവൻ പരമപരിശുദ്ധനാണ് ക്രിസ്തു എന്ന് അവൻ അവരുടെ മുമ്പിൽ തെളിയിക്കുകയാണ്. അത് മിശിഹാത്വത്തെ സ്ഥാപിക്കുകയാണ്. രണ്ടാമതായിട്ട് അവൻ ഹ്യൂമാനിറ്റിയെ സ്നേഹിക്കുകയാണ്, അല്ലെങ്കിൽ ഹി ലവ്സ് ദ ഹ്യൂമാനിറ്റി. നിൻ്റെ പാപത്തെ അല്ല നോക്കുന്നതെന്ന് പറഞ്ഞ് അവനെ കരങ്ങൾ നീട്ടി ചേർത്ത് പിടിക്കുകയാണ്. പഴയ നിയമത്തിലറിയാം, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയെന്നൊക്കെ ചോദിക്കുന്ന ആ ദൈവത്തെ നമുക്കിവിടെ കാണാം. ക്രിസ്തു ആകുന്ന കരം അവനെ ചേർത്ത് പിടിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. പ്രിയപ്പെട്ട, മൂന്നാമതായിട്ട് പുരോഹിതനെ കൊണ്ട് കാണിക്കാൻ വേണ്ടി ഈശോ പറയുന്നുണ്ട്. എന്നിട്ട് അതിനെ സാക്ഷ്യപ്പെടുത്താൻ പുതിയ നിയമത്തിലെ നിത്യ പുരോഹിതനാണ് ക്രിസ്തു. അവൻ പറയുകയാണ്, ഇനി ഞാൻ സ്ഥാപിക്കുന്നത് ഈ അനുരഞ്ജനത്തിൻ്റെ കൂദാശയാണ്. കണ്ടോ, അത് ദ സാക്രമെൻ്റ് ഓഫ് റീകൺസിലിയേഷനും ഇവിടെ നമ്മുടെ മുമ്പിൽ ക്രിസ്തു തുറന്നു വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും, ഏത് പാപത്തിൻ്റെ അവസ്ഥയിലായിരുന്നാലും, എങ്ങനെയുള്ള വ്യക്തികളായിരുന്നാലും നമുക്ക് ഈശോയിലേക്ക് തിരിയാം. നമ്മളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന രക്ഷകന് വേണ്ടി ലോകം മുഴുവൻ ഒരുങ്ങുമ്പോൾ നമുക്കും അവന് വേണ്ടി കാത്തിരിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.